നിങ്ങൾ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല കിടുക്കാച്ച് ടേസ്റ്റിയാണ്. നമുക്ക് ചോറ് ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് മീൻകറി വെക്കുന്നതിന് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2-2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കരുത്, ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് അരച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നമ്മൾ അങ്ങനെ ഇടുന്നില്ലാന്ന് നല്ലത് ഇതുപോലെ അരച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക സൈസ് വലിപ്പത്തിലുള്ള പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്, അത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലൂടെ വറ്റമീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വറ്റമീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫിഷ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി മുഴുവനായിട്ട് തന്നെ അങ്ങനെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മീൻകറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി മീൻകറി വെക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളിക്ക് പകരം കുടംപുളി ഇട്ടാലും നന്നായിട്ടുണ്ടാവും കേട്ടോ. ഒരു ആഴ്ച വരെ നമുക്ക് കേടാകാതിരിക്കും. അപ്പോൾ എല്ലാവരും മീൻകറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ചോറ്, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ്. ഈ മീൻകറി നമുക്ക് ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.